ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിഷയങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ വീണ്ടും ഇഡലിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇഡലിയും സാമ്പാറുമാണേ. അപ്പോൾ ഇന്ന് ഒന്ന് നമുക്ക് ക്യാൻറ്റീനിലൊക്കെ ഒന്ന് പോകാനുണ്ട്. പെട്ടെന്ന് അപ്പം അരച്ച് വെച്ചാൽ എളുപ്പമാണല്ലോ വെച്ചിട്ട് ഇഡലി അപ്പം നമുക്ക് ഇങ്ങോട്ട് കോരി വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറാകുമ്പോഴത്തേക്ക് ഉച്ചക്കത്തേക്ക് ഒരു കറി ആകുമല്ലോ എന്ന് വെച്ചിട്ട് സാമ്പാർ കുക്കറിലൊക്കെ വെന്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, വെണ്ടയ്ക്ക ഒന്ന് ചെറുതായിട്ട് വാട്ടിയിട്ട് നമുക്ക് അതിനകത്തൊരു സാമ്പാർ കഷ്ണം വെന്തിരിക്കുന്ന ഒഴിക്കുക. കായപ്പൊടിയും ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ട് നമ്മുടെ സാമ്പാർ അപ്പം തന്നെ റെഡിയാകും. പിന്നെ എന്താ കുറച്ച് കോവയ്ക്ക മെഴുക്കുവരട്ടിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടെ അടുപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഉള്ളിക്കറിയും കൂടെ വെക്കാനായിട്ട് ഇതിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകും ഉലുവും പൊട്ടിക്കണം കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കുറച്ച് ഒരു 3-4 വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റി അതിനകത്തോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ കായപ്പൊടിയും കുറച്ച് ശർക്കരയും പുളിവെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഇളക്കിയിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ വറ്റിച്ചെടുക്കുമ്പോൾ നമ്മുടെ അടിപൊളി ഉള്ളിക്കറി റെഡിയാകും കേട്ടോ. അപ്പം ഏട്ടന് ഇഡലി വേണ്ട, ദോശ മതി. അപ്പോൾ ദോശ ഇതിൻ്റെ അടുപ്പത്താവുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിക്കറി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് തന്നെ നമ്മൾ CST പോകാനായിട്ട് ഇറങ്ങി CST എത്തി കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് സാധനമൊക്കെ മേടിച്ചു. പിന്നെ 2-3 സ്ഥലത്ത് കയറാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് വന്നിട്ട് മക്കളുമായിട്ട് ഒന്ന് നടക്കാൻ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ.